ഹായ് ഗായ്സ്, എല്ലാവർക്കും ദിബീസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കേസരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, റവ കേസരി. അപ്പോൾ വൈകുന്നേരം നല്ല മഴ വരുന്നുണ്ടായിരുന്നു കേട്ടോ, ആ സമയത്താണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ നെയ്യ് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണാണ് ഇട്ടെടുത്ത്. എന്നിട്ട് അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. എന്നിട്ട് അത് കോരി അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമ്മൾ പാലാണ് കേട്ടോ, 1 കപ്പ് പാലെടുക്കുന്നുണ്ട്. എന്നിട്ട് പാൽ അതിലോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ 1 കപ്പ് ലൈറ്റ് ചൂടുവെള്ളത്തിൽ പിന്നെ പാൽപ്പൊടിയിൽ നമ്മൾ അമുലിൻ്റെ പാൽപ്പൊടി കലക്കിയിട്ട് അതിലോട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇച്ചിരി വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് വരണം. നല്ലോണം ഒന്ന് തിളച്ച് വന്ന് ഒരു പതമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിലോട്ട് 2 ഏലക്കായ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏലക്കായ് നല്ലൊരു സ്മെല്ലിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഏലക്കായ ഇട്ട് കൊടുത്ത് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി എന്നുവെച്ചാൽ കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ കളർ ഉപയോഗിക്കുന്നവരുണ്ട്, സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ നമ്മൾ പിന്നെ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഒന്ന് നല്ലോണം ഒന്ന് ഇതായി വരട്ടെ. അങ്ങനെ നമ്മൾ അതൊന്നായി വന്നതിന് ശേഷം തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ തരി അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വറുത്ത തരിയാണ് കേട്ടോ ഇത്. അപ്പോൾ തരി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് കുറുകി വന്ന് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി വരണം. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് കേസരി ഇവിടെ ഇതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റീൽ പാത്രത്തിൽ ഇത്തിരി നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കേട്ടോ. അങ്ങനെ നമ്മൾ അതിലോട്ട് മാറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തടവുന്ന സമയത്ത് തന്നെ ഇച്ചിരി നെയ്യും കൂടി മേലെയാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കേട്ടോ. അപ്പോൾ ബദാമും മുന്തിരിയും കൊണ്ട് ഞാനൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബായ്.